ഹായ് ഫ്രണ്ട്സ്, മിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങൾ ഓർക്കും ഇതെന്നാ ഇന്ന് എന്ത് റെസിപ്പി ഉണ്ടാക്കാനാണ് ഈ ജാക്കറ്റൊക്കെ ഇട്ടിരിക്കുന്നതെന്ന്. ഞാൻ ഇവിടെ UK ഭയങ്കര തണുപ്പ് തുടങ്ങിയേ, നടക്കാൻ പോയിട്ട് വന്നു. അപ്പം ഒരു മൂഡ് തോന്നി, ഒരു വെറൈറ്റി ഡിഷ് ഇന്ന് ഉണ്ടാക്കാൻ പോവാണ്. ഇഫ ചിക്കൻ ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ ഇഫ ചിക്കന്. ഒരു വെറൈറ്റിയാണ്. ഞാൻ എല്ലാ ഡിഷും ഉണ്ടാക്കി നോക്കുന്നതിൻ്റെ മുമ്പ് ഞാനൊന്ന് ചെയ്ത് നോക്കാറുണ്ട്. അത് ചെയ്ത് നോക്കി, അത് കുറഞ്ഞ രീതിയിലാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത്. ആദ്യം ചെയ്ത് നോക്കുമ്പം ഫ്ലോപ്പ് ആയാലും അത് ഒരുപാട് വേസ്റ്റ് ആകില്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് എപ്പോഴും ഞാനൊന്ന് ചെയ്ത് നോക്കാറുണ്ട്. അപ്പം നല്ല അടിപൊളിയായിട്ട് വന്ന് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ ഇന്ന് നിങ്ങളെ കൂടെ വീഡിയോ കാണിക്കാൻ വേണ്ടി ഞാനത് വീണ്ടും ആ റെസിപ്പി ഒന്നുകൂടി ഇന്ന് ചെയ്യുവാണ്. അപ്പം അതിനുവേണ്ടിയുള്ള ചിക്കൻ ബ്രസ്റ്റ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പം വീഡിയോയിലേക്ക് പോയേക്കാം. ആയോ. അങ്ങനെ നമ്മുടെ ഇഫ ചിക്കൻ തയ്യാറാക്കുന്നതിന് വേണ്ടി 1 കിലോ ചിക്കൻ ബ്രസ്റ്റ് ആണ് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചേക്കും. ഇത് വലിയ പീസുകളായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് മസാലയൊക്കെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടി ഒന്ന് ചെറുതായിട്ട് വരഞ്ഞു കൊടുത്തു. വലിയ പീസുകളൊക്കെ ഒന്ന് രണ്ടായിട്ട് ഒന്ന് വലിപ്പമാക്കിയെടുത്തേ, അപ്പം കനം കുറയും. അതെ, അതും ഒന്ന് ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് മസാലകളൊക്കെ ഒന്ന് ഉള്ളിലേക്ക് ഇറങ്ങി ഒന്ന് നല്ല സെറ്റായിരിക്കും. അപ്പം മസാല പുരട്ടി കഴിഞ്ഞ് 1 മണിക്കൂർ വെച്ച് കഴിഞ്ഞാണ് ഞാനിത് കുക്ക് ചെയ്യുന്നത്. അതിനു വേണ്ടിയുള്ള മസാലകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 1 സ്പൂണ് പെപ്പർ പൗഡർ, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു 3/4 ടേബിൾ സ്പൂണേ മല്ലിപ്പൊടി എടുത്തുള്ളൂ. ഗരം മസാല, അതുപോലെ തന്നെ ജീരകപ്പൊടി, ഉപ്പാണ്. ഉപ്പ് ഇപ്പം 1 ടീസ്പൂണാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക്ക് രണ്ടും കൂടെ പേസ്റ്റ് ആക്കിയത് അത് നല്ലതായിട്ട് ഒരു വലിയ ടേബിൾ സ്പൂൺ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആ അരമുറി നാരങ്ങയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ചിക്കനിൽ പുരട്ടി 1 മണിക്കൂർ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പൊ ഈ ചിക്കനൊക്കെ മസാല പുരട്ടി വെച്ചിട്ട് 1 മണിക്കൂറിൽ കൂടുതലായി. ഇനി നമുക്കൊരു പാനിലേക്ക് ഞാൻ കുറച്ച് കോക്കനട്ട് ഓയിലാണ്, വെളിച്ചെണ്ണയാ, 1 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇതിലേക്ക് ഒരു കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ബട്ടറും വെളിച്ചെണ്ണയും കൂടെ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ പീസുകളെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഓരോ പീസുകൾ ഇട്ട് കൊടുത്ത്, ഇത് നല്ല വലിപ്പമുള്ള ഒരു പാനാണ്. ഇത് കാസ്റ്റ് എൻ്റെ പാനാ. ഇതിനകത്ത് നല്ല വലിപ്പമുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇത് ചിക്കൻ ഇട്ട് കൊടുത്തപ്പം ഫുൾ ഫ്ലെയിമിലാണ് തീ ഇരുന്നത്. ഇനി ഇത് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കും. അപ്പം നമ്മൾ തീയെ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കണം. ഇനി അതിരുന്ന് കുക്കാകട്ടെ. അപ്പം 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടുത്ത സൈഡ് തിരിച്ചിട്ട് കൊടുത്തു. ഇപ്പം ഇത് ഇപ്പം ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് തീ കിടക്കുന്നത്. കാര്യം ഈ ചിക്കൻ ബ്രസ്റ്റിന്റെ ഉള്ളെല്ലാം നല്ലവണ്ണം ഒന്ന് കുക്കാകണമല്ലോ. അപ്പം ചെറു തീ കിടന്ന് അത് നല്ലതായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്കൊരു മസാല തയ്യാറാക്കണം. ആ ചിക്കന്റെ മുകളിലേക്ക് ഒഴിക്കാൻ വേണ്ടി നമുക്കൊരു സോസ് തയ്യാറാക്കണം. അതിനു വേണ്ടി കുറച്ച് മയോണൈസ് ഉണ്ട്, കുറച്ച് മൊസറല്ല ചീസ്, ഒരു പീസ് മൊസറല്ല ചീസ് നമ്മൾ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനിയും ഒന്നിൽ ഒരു 2-3 ഗാർലിക്ക് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ 1/2 സ്പൂണ്. ഞാനിപ്പോൾ 1/2 സ്പൂണ് ഗാർലിക്കിൻ്റെ പേസ്റ്റാണ് ചേർത്ത് കൊടുത്ത്. അതിലേക്ക് ഒരു 3 പീസ് ചീസ് കൂടെ 2 ഉണ്ട്. ഇനി 1 പീസ് കൂടി ഇട്ട് കൊടുക്കണം. ടോട്ടല് 3 പീസ് മതി. അത് 5 കഷ്ണം ചിക്കൻ ബ്രസ്റ്റ് ആണല്ലോ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കട്ടെ.
ഇപ്പം നമ്മുടെ സോസ് ചീസും മയോണൈസും ഗാർലിക്കും എല്ലാം കൂടെ ഉള്ള ആ ബ്ലെൻഡ് ചെയ്തെടുത്താണ്. ഇതിനിയും ഈ ചിക്കൻ്റെ മുകളിലേക്ക് നമ്മൾ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമേ. എന്നിട്ട് ഒന്ന് അടച്ചു കൊടുക്കണം. എല്ലാ ചിക്കൻ പീസിൻ്റെ മുകളിലേക്ക്. അപ്പോൾ ചിക്കനൊക്കെ നല്ല ഫ്രൈ ആയിരിക്കുവാണെങ്കിൽ അതിൻ്റെ മസാലയ്ക്ക് പോലും ഭയങ്കര ഒരു നല്ല മണവും രുചിയുമാണ്. ഞാനൊന്ന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു കൊടുക്കാം. അടച്ചൊരു ചെറിയ, ഇപ്പം ലോ ഫ്ലെയിമിലാണ്. ഇതൊന്ന് ഒരു 5 മിനിറ്റ് ഇങ്ങനെ അടച്ച് വെച്ചൊന്ന് ഇനിയൊന്ന് കുക്കാകട്ടെ. ഇവിടെ ഇഫാ ചിക്കൻ ഞാൻ ടേസ്റ്റ് ചെയ്ത് കാണിക്കാം. അതിൻ്റെ കൂടെ കുറച്ച് സ്പീനാച്ച് ബോയിൽ ചെയ്തത്, കുറച്ച് സാലഡ്, അതുപോലെ 2 പീസ് സ്വീറ്റ് പൊട്ടറ്റോ പുഴുങ്ങിയത്, മധുരക്കിഴങ്ങ്, ഇതെല്ലാം കൂടെ. ഇപ്പം ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കാം. ഇതിൻ്റെ മസാലയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഞാൻ ചേർത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇതിൻ്റെ പുറത്തൊരു കോട്ടിംഗ് ഉണ്ട് കണ്ടോ. ഇത് ആ ചീസിൻ്റെ എല്ലാം കൂടെ. അടിഭാഗം ചിക്കനൊക്കെ നല്ലവണ്ണം നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ആ ചീസിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ മസാലകളുടെ എല്ലാം കൂടെ ആ ഒരു ടേസ്റ്റും. അങ്ങനെ നമ്മുടെ അടിപൊളി ഇഫാ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയല്ലേ കാണാന്. ആ ചീസും മയോണൈസും എല്ലാം കൂടെ ഉള്ള ആ സോസൊക്കെ നല്ല മെൽറ്റായി നല്ല ക്രീമി ആയിട്ടുണ്ട് അതിൻ്റെ മുകൾ ഭാഗം. പക്ഷെ അടിയൊക്കെ നല്ലവണ്ണം ഫ്രൈ ആയിട്ടുണ്ട്. അപ്പൊ ഇതിൻ്റെ കൂടെ നല്ല സലാഡിൻ്റെ കൂടാണ്, അല്ലെങ്കിൽ നാന്, ചപ്പാത്തി, അതിൻ്റെ കൂടെ ഒക്കെയാണ് ഈ ഇഫാ ചിക്കൻ കഴിക്കാൻ നല്ലത്. അപ്പോൾ നല്ല അടിപൊളിയായ ഒരു റെസിപ്പിയാണിത്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്. താങ്ക് യു ഓൾ. ബൈ.